ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നരച്ച മുടി നമുക്ക് ഹെയർ കളറോ ഡയോ ഒന്നും ഇല്ലാതെ എങ്ങനെ നിരന്തരമായി കറുപ്പിക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇഡലി ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് നല്ല ഹാർഡ് ആയിരിക്കും അല്ലേ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഇഡലി തട്ട് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, അരയ്ക്കുന്ന സമയത്ത് അരി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാതെ ചെറിയ ചെറിയ തരികളോട് കൂടി നിങ്ങൾ അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഇഡലിക്ക്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടി പിടിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ്. രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് ഇഡലി ഒട്ടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ നിന്നും ഇളകി വരുന്നതാണ്. ചൂടോടുകൂടി നമ്മൾ ഇഡലി തട്ടിൽ നിന്നും എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഇഡലി തട്ടിലൊക്കെ ഒട്ടി പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നും വേർപ്പെടുത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ ഇഡലി തട്ടൊന്ന് തിരിച്ചു വെച്ചതിന് ശേഷം പൈപ്പ് വാട്ടറിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിട്ട് നമുക്ക് തണുത്ത് കിട്ടും. പെട്ടെന്ന് നമുക്ക് ഇത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെന്നി നായകമാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. ഉളുക്കിനായാലും അതുപോലെ തന്നെ ചതവിനായാലൊക്കെ പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒന്നാണിത്. അങ്ങാടി കടയിൽ നിന്നും ഒരു 20 രൂപ കൊടുത്താൽ നമുക്കിത് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് ചതവിനുള്ള ഒരു മരുന്ന് എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുട്ടയുടെ വെള്ള മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചെന്നി നായകത്തിൽ നിന്നും ഒരു ചെറിയ പീസ് ഇതുപോലെ ആ മുട്ടയുടെ വെള്ളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത് മെൽറ്റ് ആയിട്ട് വരില്ല, കുറച്ച് സമയം ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ കറ്റാർവാഴയിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അലിഞ്ഞു വരുന്നത് വരെ ഈ മുട്ടയുടെ വെള്ളയിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് എന്തായാലും ആവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കയ്പ്പ് രസമുള്ള ഒരു അങ്ങാടി മരുന്നാണ് ചെന്നി നായകം. കറ്റാർവാഴ ഇലയുടെ നീര് പ്രത്യേക രീതിയിൽ തിളപ്പിച്ച് ജലാംശം വറ്റിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ചെറിയ കുട്ടികളുടെ മുലകുടി മാറാൻ ചെന്നി നായകം അരച്ച് തേക്കുന്ന പതിവ് പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിരശല്യത്തിനും അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായുള്ള രോഗങ്ങൾക്കും ഇത് നല്ലൊരു മരുന്ന് തന്നെയാണ്. ആയുർവേദത്തിലെ പല ചൂർണങ്ങളിൽ ലേപനങ്ങളിലും ഒരു കൂട്ടായി ചെന്നി നായകം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഹോമിയോപ്പതിയിലെ ചില മരുന്നുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മളുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉളുക്കുള്ള ഭാഗത്ത് അതുപോലെ തന്നെ ചതവുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഉളുക്കുള്ള ഭാഗത്തും അതുപോലെ തന്നെ ചതവുള്ള ഭാഗത്തൊക്കെ നിങ്ങൾ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ആശ്വാസം കിട്ടുന്നതാണ്. അപ്പൊ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണേ. അതായത് ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടേറിയ പണിയാണല്ലേ. അത് കുഴയ്ക്കണം, പരത്തണം, ചുട്ടെടുക്കണം. എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുഴയ്ക്കാതെ പരത്താതെ കൈ കൊണ്ട് പോലും തൊടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് മാവിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ആക്കി കൊടുക്കുന്നത്. വല്ലാണ്ട് അങ്ങ് വെള്ളമാവരുത്, എന്നാൽ ഭയങ്കര കട്ടിക്കും ആവരുത്. ആ രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയ പരിപാടിയാണല്ലേ. എന്നാൽ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും. അത്രയ്ക്കും നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നല്ല കളർഫുൾ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനൊരു നോൺ സ്റ്റിക് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ തിന്നായിട്ട് വേണ്ടത് ആ അളവിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചപ്പാത്തി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഈ സൈഡൊക്കെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ തവി വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഒരു പണിയേ ആവില്ല. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മാവും ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും.
നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്രഷും ആയിരിക്കും. കുറച്ച് സമയത്തിന് ശേഷം അത് ഹാർഡ് ആവുമല്ലേ. എന്നാൽ ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയി തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫസ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചീരയാണ് കേട്ടോ. ഇത് അധികം ആരും ഉപയോഗിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ഇതാണ് കേട്ടോ മുടക്കത്താൻ ചീര. ഇംഗ്ലീഷിൽ ഇതിന് ബലൂൺ വൈൻ എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഇലകൾ ഇതുപോലെ ഉണ്ടാവും. ഈ പൂക്കൾ വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. വളർന്നു വരുന്ന സമയത്ത് ഇത് ചെറിയ കുറ്റിച്ചെടി പോലെ ഉണ്ടെങ്കിലും വലുതാവുമ്പോൾ ഇത് വള്ളി പോലെ പടർന്നു വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ എ, സി, കാൽഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേദനയും വീക്കൊക്കെ ഉള്ള സമയത്ത് ഇതിന്റെ ഇല അരച്ച് നന്നായിട്ട് പുരട്ടുകയോ അല്ലെങ്കിൽ ഇതിന്റെ പൊടി സന്ധികളിൽ തേക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അസിഡിറ്റി തടയുന്നതിനും ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഉണക്കി പൊടിച്ചതിന് ശേഷം വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ ചെയ്യാം. ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് കേട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ മുടക്കത്താൻ ചീരയും വേരും തണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളെ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരൻ അതുപോലെ തന്നെ നമ്മളെ തലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുരുക്കൾ ഒക്കെ പോയി കിട്ടുന്നതാണ്. മാത്രമല്ല മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ ചാലിച്ച് നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയോട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ തവിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈ തൊടാനുള്ള പരുവത്തിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കർപ്പൂരം. കർപ്പൂരം വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കടുകെണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ കടുകെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ ഈ കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സ്പൂണിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് നമുക്ക് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ താരൻ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് തലയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ജലദോഷം, കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നെഞ്ഞിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ എങ്ങനെ നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയ മീനിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് കുരുമുളകും കൂടെ അന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ പച്ചവെള്ളത്തിൽ പൊരിച്ചെടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിന്റെ പാൻ ഉണ്ടെങ്കിൽ അതും ഇതിന് പകരമായിട്ട് എടുക്കാം കേട്ടോ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിന്റെ മുകളിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് വാഴയിലയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടൊന്ന് തേച്ച് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതാണ് കേട്ടോ നല്ലൊരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അധികം എരിവുണ്ടാവില്ല, കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി പോലും നമ്മൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ കൊളസ്ട്രോൾ, BP പ്രശ്നമുള്ളവരൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന മീനൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. എന്നാൽ അവർക്ക് അത് കഴിക്കാനും ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗത്തും ഞാൻ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല മിക്സ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മീനൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അധികം നന്നായിട്ട് ഫ്രൈ ആയി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ വെള്ളവും നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും, പുറത്ത് നല്ല ക്രിസ്പിയും, അകത്ത് നല്ല സോഫ്റ്റാണ്. ചോറിന് ഇത് മാത്രം മതിയാവും. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ, ബിപി ഉള്ളവരൊക്കെ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. ഡൈയോ ഹെയർ കളറോ ഒന്നും തന്നെ ചെയ്യാതെ 5 പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കൈവിരലുകൾ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നഖങ്ങൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ഉരസി കൊടുത്താൽ മാത്രം മതിയാവും. നമ്മളുടെ തള്ളവിരലുകൾ ഉപയോഗിക്കരുത് കേട്ടോ. ഈ വിരലുകൾ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഡെയിലി ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു വരികയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും, അതുപോലെ തന്നെ നരച്ച മുടി നമുക്ക് കറുപ്പിക്കാനും, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും, സ്ട്രെസ് കുറയാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് സയന്റിഫിക്കലി പ്രൂവൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ 5 പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എക്സസൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.